ഒരു കാര്യം പറയാം. ഇനി ഇങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഈ ഒരാഴ്ച എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഗോവയ്ക്ക് പൊക്കളയും. നീ ഗോവയ്ക്ക് പോവാണോ? ഞാൻ ഇപ്പൊ ഗോവയ്ക്ക് പോകും. ഈ പോവാണ് നിന്റെ കൂടെ പെട്ടി എടുത്തിട്ട് ഞാനും വരും ഗോവയ്ക്ക്. നിങ്ങൾ പോകല്ലേ? ഞാനും ഉണ്ട് ഗോവയ്ക്ക്. നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്ട്? അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ ക്ലൈമാക്സ് മാറ്റി പിടിക്കുന്നു. അതുകൊണ്ടാണ് ഞാനും ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പൊ പോവല്ലേ? ഗോവയ്ക്ക്. അങ്ങനെ നമ്മള് ഗോവയിലെത്തി. ഒരേ സമയം വരാനും പോകാനും പറ്റിയ ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ഇത്. ഏത്? ഗോവ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? തുടക്കത്തിലെ ഒരു പൊട്ടിച്ചിരി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടതാ. അടിക്കുവാടി. ഇപ്പൊ ഒരു പൊട്ടിച്ചിട്ടില്ലേ, അതിട്ട് മൂടാൻ ഒരു കുഴി ഉണ്ടാക്കുമായിരുന്നു. ഇനി വന്ന ഒരു കാര്യം പറയട്ടെ. എന്താവാ? ഇവിടെ മൊത്തം കുടിൽ വ്യവസായമാണെന്ന് തോന്നുന്നു. അതന്നാ? ഞാൻ ആ പാറപ്പുറത്ത് നിന്ന് കയറി നോക്കിയപ്പോ മൊത്തം മെഴുകുതിരി ഉണക്കാനിട്ടേക്കുന്നെന്ന്. അയ്യോ, അത് മെഴുകുതിരി ഉണക്കാനിട്ടേക്കുന്നതല്ല, പിന്നെ സായിപ്പുമാര് വെയില് കൊള്ളാൻ വേണ്ടി കവന്ന് കിടക്കുന്നതാ. അങ്ങനെ ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ, എന്തിനാ കിടക്കുന്നേ? ചിലപ്പോ ഒന്ന് വെളുത്താലോ. അതെ, ഇവിടെ കിടക്കാൻ നിക്കണ്ട. അതെന്താ? വല്ല കിടക്കാക്കെ വന്ന് ഉണക്കമീനാന്ന് പറഞ്ഞ് കൊത്തിയെടുത്തോണ്ട് പോകും. ഒരു നേരത്തെ ആഹാരം ആകട്ടെ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നൈറ്റ് വൈബിന് അങ്ങ് പോയാലോ? ഞാനങ്ങും വരുന്നില്ല. കണ്ടു എന്നെ കയറി പിടിക്കുമെന്ന്. പിന്നെ പച്ചമാങ്ങ തിന്നാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ ആരേലും ഒതളങ്ങ ഉപ്പിലിട്ട് തിന്നോ? ഞാൻ ഇന്ന് കുളിച്ചേച്ചും വെച്ച് വരാം. ഏത് ഈ തോർത്ത് കൊടുത്തോണ്ടോ? എടീ, ഈ തോർത്തിന്റെ മഹത്വം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ. എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കുളിക്കാൻ പോകുമ്പോ ഉപയോഗിക്കുന്ന തോർത്തായത്. ഞങ്ങളിത് ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോഴേ ഉടുക്കത്തുള്ളൂ. ഈ തോർത്ത് കൊടുത്തോണ്ട് കുളിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇവിടെ പ്രായപൂർത്തിയായ പെൺപിള്ളേർ ഇവിടെ നിപ്പുണ്ട്. അതാരാ? ഞാന്. തുപ്പിയത് പിന്നെ എന്റെ വായ ഈച്ച പോയാ പിന്നെ ഞാൻ വിഴുങ്ങണോ അത്? എടീ, നമ്മുടെ നാട്ടിലൊക്കെ കുളിസിയും കാണുന്നവരെ നമ്മൾ എന്തോ ചെയ്യോടി? ചൂലും കെട്ടിന് അടിച്ച് ഓടിക്കും. അടിക്കും. എന്താ നീ കണ്ട് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. കുളിസിയും കാണുന്നവരെ കാശും കൊടുത്തിരുത്തേക്കുന്ന കണ്ടോ? അയ്യോ, അതല്ല മനുഷ്യനെ, അത് ലൈഫ് ഗാർഡാണ്. എന്ന് വെച്ചാ നമ്മൾ ആരെങ്കിലും തുറയാൻ വേണ്ടി വെള്ളത്തിലോട്ട് വീഴുവാണെങ്കിൽ അവര് നമ്മളെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് കയറ്റും. ആണോ? ഞാൻ മുങ്ങിപ്പോയാലും അവര് പിടിച്ചല്ലേ കയറ്റുമായിരിക്കും, ഇല്ലയോ? അതെങ്ങനെ ശരിയാവും? പാത്തടി വെള്ളത്തിട്ട് അത് പൊങ്ങി തന്നെയല്ലേ കിടക്കണ്ടേ? അയ്യോ, ഇത്ര ചിരിക്കാൻ? ഞാൻ ഈ കല്ലുമ്മക്ക കാണുമ്പോ ഉണ്ടല്ലോ എന്റെ കെട്ടിയവനെ ഓർമ്മ വരുന്നേ. എന്താ? അതെവിടെ കൊണ്ടുവച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളു. പിന്നെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയോ? എന്റെ ദൈവമേ, ഞാനൊരു ദിവസം കക്ക വാരാൻ വേണ്ടി കായലിറങ്ങി. ഇറങ്ങിയപ്പോ എന്റെ പുറത്തൊരു ഞണ്ട് കയറിയിരുന്നു. എന്നെ ഈ ഞണ്ടിനെ കുറിച്ച് നാട്ടിൽ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? അയ്യോ, നിനക്ക് നേരെ നടക്കുന്നവരെ ഇഷ്ടമല്ല, ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നവരെ ഇഷ്ടമെന്ന്. എന്താ പറയുക? ഇത് കേൾക്കുന്നവര് വിചാരിക്കട്ടെ നമ്മളും സായിപ്പന്മാരാണെന്ന്. നിങ്ങളിത് എന്താന്നാ പറയുന്നേ? ഞങ്ങൾ ഇംഗ്ലീഷ് പറയുക. ഞാൻ വിചാരിച്ച് രണ്ടുപേർക്കും ഒരുപോലെ ചന്നി വന്നാണെന്ന്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്താവാ? നമ്മളിവിടെ വന്നപ്പോഴേ ഈ സായിപ്പുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഭയങ്കര സ്പ്രേയുടെ മണവാടി. അതുപോലെ നമ്മൾ 3 പേര് നിന്നിറങ്ങിയപ്പം കൊട്ടൻ ചുക്കാലിയുടെ മണവാ. ഏകവചനം പറഞ്ഞാ മതി, ബഹുവചനം പറയണ്ട. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് കാലു കുത്തിയോ അന്നാണ് ഇവിടെ പൊട്ടൻ ചുക്കാത്തിയുടെ മണം വന്നത്, അല്ലേ? അത് കറക്റ്റാണ്. അതെ, അപ്പൊ ഞാൻ വന്നതാണ് കുഴപ്പം. അതെ, ഞാനങ്ങ് പോയേക്കാം. അതെ, എന്തുവാ അങ്ങനെ പോകാൻ പറ്റും? ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആദ്യം നിങ്ങളുടെ നടപ്പ് ശരിയാക്കണം. അതെന്താ? അല്ലെങ്കിൽ കാണുന്നവര് പറയും നിങ്ങൾ ഭൂമിക്ക് കാറ്റടിച്ച് നടക്കുവാണ്. അല്ലെ തന്നെ കാറ്റ് പോയിരിക്കോ, പിന്നെ കാറ്റടിച്ച് കിടക്കുന്നു. എന്റെ ഒരു ആഗ്രഹമുണ്ട്, എന്തായാലും ഗോവ വന്നല്ലയോ, എനിക്ക് മുടി ഒന്ന് പുകയ്ക്കണം. എന്തായാലും ഉടനെ തന്നെ കത്തിച്ച് കളയാനുള്ളതല്ലേ മൊത്തം, പിന്നെ മുടിയായിട്ട് ഇങ്ങനെ പുകയ്ക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ദാണ്ട് ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? വീട്ടിൽ വെച്ച് മറന്നുപോയെന്ന്. മെസ്സേജ് വന്നത് വീട്ടിൽ നിന്ന് വാട്സപ്പില്. അയ്യോ, എന്തോ പിള്ളേരുടെ മെസ്സേജാ കേട്ടോ. അപ്പച്ചനും അമ്മച്ചും ഇത് എവിടെ പോയ
പോവാൻ ഞങ്ങൾ വേണ്ട വാതിക്കെ വന്ന് നിൽക്കുന്നെന്ന്. അയ്യോ അതുങ്ങൾ അറിഞ്ഞു കാണത്തില്ലേ നമ്മൾ ഗോവ വന്നത്. ആ ഒരു കാര്യം ചെയ്താലോ, എന്താടി? നമുക്ക് ഇവിടെ ഗോവയിൽ നിന്നോണ്ട് ഒരു റീൽസ് ചെയ്ത് ഇട്ട് കൊടുത്താലോ? സർപ്രൈസ് കൊടുക്കാം. ആ അതാ നല്ലത്. ആ. ഓംനേഷേ ഇനി വന്നേ. എന്നവാ പിന്നെ ആ. ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ, ആ, ആ. അതിലൊരു റീൽസ് ചെയ്ത് ഇടാൻ പോവാ. ഓ അപ്പൊ അതൊന്ന് വീഡിയോ എടുത്ത് തരണം. തരാല്ലോ. ആ ഞാൻ കൊണ്ടുപോകാം. ഞാൻ കൊടുക്കാം. ഇത് വെച്ചിട്ട് എടുക്കണം. എടുക്കാനൊക്കെ അറിയാവോ? ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ആരെങ്കിലും എടുക്കുന്നത്. ഏ? എന്നാ എടുക്ക്. ആ സൈഡിലത്തെ സ്വിച്ച് ഞെക്കിയാ മതി ആ, കേട്ടോ. ഇതെടുക്ക്. ഓക്കേ അല്ലേ? ആ, ഓക്കേ. दम दम देखो मैं मस्ती में हूँ छन 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 के पायल ऐसे ഇതെന്തുവാത്? ഏ? ഓച്ചരക്കാള കടന്ന് ചാടുന്നു പോലെ ഇങ്ങനെ. ഓച്ചരക്കാള്? ആ നോക്കി ഇത് എങ്ങനെ ഉണ്ട് നോക്കി. അയ്യോ ശരിയായി, നിന്റെ അഭിനയം ശരിയായില്ല കേട്ടോ. ഇല്ലേ? പക്ഷെ അഭിനയം ശരിയായില്ല. ഓംനേഷ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കൂടെ മൊബൈൽ അതെ കാണിച്ചു കൊടുക്കും. നീ കണ്ടടി കണ്ടടി പെണ്ണുങ്ങളെ കളിക്കുന്നവർ കണ്ടുപടി. റെഡിയാണോ? ആ റെഡി. ആയിട്ടോ? मचाने वायन मचाने वा മറ്റാരും കാണാതെ അച്ചാരം താ നോക്കിയേ നോക്കിയേ. ആ ഇത് അടിപൊളിയാ കേട്ടോ. അയച്ചോടെ അയച്ചോടെ അങ്ങോട്ട്. ആണോ? കഴിച്ചേക്കട്ടെ. ആ. ആ ശരി. ആ രണ്ട് ശരിയും മീനടി. അയ്യോ ആ. ഇത് എന്റെ ഇല്ലല്ലോ. അയ്യോ ഞാനല്ലോ നാണക്കാടായല്ലോ. എന്നെ മനുഷ്യനെ പിള്ളേർ കണ്ടു എന്തോ സമാധാനം പറയും. എനിക്കറിയോ? കുഴപ്പമില്ലെന്ന്. ആ. ഗോവ വന്നപ്പോ ഒരു മാതാമ്മയുടെ കൂടെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാ മതി. ആ അതെന്താ തുപ്പിയത്? ഒരീച്ച എന്റെ വായിലൂടെ കയറിയതാ. അത് കൊള്ളാം. അയ്യോ ഡാൻസ് കളിച്ച് എന്റെ നടുവൊക്കെ പോയി. ഇനി ആ. കയ്യിലോട്ടൊന്ന് തീരുമാനം. ആ എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഈ വയസ്സാം കാലത്ത് അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. പാട്ട് കേട്ടാ ഒരു കരവല്ലയോ? ആ. അത് കണ്ട. അയ്യോ ഏത് കാലാ വയ്യാത്തെ? വയ്യാത്തതോ? ആ വയ്യാത്തത് ഇവ ഇതാ. പിന്നെന്തിനാ ഇതിനകത്ത് കഴുമ്പ് വരട്ടുന്നേ? ഇവന് ആ ഭയങ്കര മെനകെട്ടവനാ. ആണോ? ആ ഈ ചെറുക്കനുള്ളതുകൊണ്ടാ മുന്നോട്ട് നടന്നു പോന്നെ. ആണോ? ഇവനാണ് കുണ്ടും കുഴിയിൽ എന്നെ എല്ലാം കൊണ്ട് ചാടിക്കും അങ്ങ്. ഓ, ഇവനോ? ആ ഇങ്ങനെ വന്നാല് എന്റെ ആവശ്യം എന്റെ നടുവിന് തൊട്ട് എന്റെ നടുവിന് ഒരു കൊളുത്തപ്പിടുത്തം ഉണ്ടോ? ഇത് വരട്ടടി. ആണോ? പറയണ്ടേ മനുഷ്യ. മനുഷ്യനെ സോക്കേട് എടുക്കല്ലേ. ഇത് നിങ്ങളുടെ വീടല്ല, ഇത് ഗോവയാണ്. എടി പുറം പോയി നിന്ന്. പുകയുന്നോ? ആ അയ്യോ പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ പുകയുന്നത്? ഏത് തൈലം എടുത്ത് തിരുമിയത്? ഇത് ഈ കുപ്പിക്കകത്ത്. എന്റെ പോലെ ദൈവമേ കാന്താരി അച്ചാറിട്ടതാണ് ഇത്. അയ്യോ, എല്ലാവരും പുറം പോയി. എന്താ ഇത്? ചുമ്മാ ചുമ്മാ വെള്ളം വെക്കല്ലേ. ആ. അതിനെല്ലാം പറ്റിയ സ്ഥലത്തല്ലേ നമ്മൾ വന്നേക്കുന്നത്. ഇത് സ്ഥലം ഗോവയാണ്. ആ. ഇവിടെ ഉഴിച്ചില് പിഴിച്ചില് മസാജ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചുമ്മാ അതല്ല അവിടെ ബോർഡല്ല മസാജും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അതാണ്. എടി ഇതാ പണ്ടുള്ളവര് പറയുന്നത്. ആ. ഗോവ സമസ്ത സുഖിനോപവന്തു. അതങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ആ ആപ്റ്റ്.